ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോൾ അടുക്കൽ കെ എസ് അരുൺകുമാർ ഉന്നയിച്ചൊരു കാര്യം കൃത്യമാണ്. അതായത് സാംസ്കാരിക വകുപ്പ് മന്ത്രി അടക്കം ആദ്യം പറയുന്നത് ഇതിൽ SBIക്ക് പുറമെ സർക്കാരിന് ഒരു റോളുമില്ല എന്നുള്ളതാണ്. ആ വിവരം പുറത്തു വന്നതിലോ പുറത്തു പെടാതെ പോയ വിവരത്തിലോ സർക്കാരിന് എന്തു പങ്ക് എന്നുള്ളതാണ് ചോദ്യം. മാധു, എനിക്കൊരു സംശയമേ. നമ്മൾ കുറച്ചു കാലം മുമ്പ് ഈ എക്സൈസ് വകുപ്പിനകത്ത് ടൂറിസം വകുപ്പിലെ സെക്രട്ടറിമാർ സർക്കുലർ ഇറക്കി, മീറ്റിംഗ് നടത്തി, ഓൺലൈൻ മീറ്റിംഗ് നടത്തി എന്നുള്ള ചർച്ച നടത്തിയപ്പോഴും ഇവരിങ്ങനെ തന്നെ പറയുന്നുണ്ടായിരുന്നു, സർക്കാർ എന്ന് പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥരല്ല. അപ്പോൾ ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ അന്യകൃത ജീവികൾ വല്ലതുമാണോ? അപ്പോൾ ഇവർക്ക് ആർക്കും അറിയാതെയാണ് ഈ വകുപ്പുകളിലൊക്കെ കാര്യം നടക്കുന്നത്. അല്ലെങ്കിൽ ഇവർ പച്ചയ്ക്ക് പറയണം ഇവിടെ ഉദ്യോഗസ്ഥ ഭരണമാണ്, ഈ ഭരിക്കാനിരിക്കുന്ന മന്ത്രിമാരും ഇതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും രാഷ്ട്രീയ നേതൃത്വവും ഇച്ഛാശക്തി ഇല്ലാത്ത ആളുകളാണ്, കഴിവില്ലാത്തവരാണെന്ന്. ഇതിങ്ങനെ പിടിക്കപ്പെടുമ്പോൾ ഇവർ പറയും ഉദ്യോഗസ്ഥരാണെന്ന്, ഞങ്ങൾക്കൊരു ബന്ധമില്ലെന്ന് പറയും. 4.5 വർഷക്കാലം സാംസ്കാരിക വകുപ്പ് മന്ത്രിമാർ മാറി മാറി വന്ന ആളുകൾ ഇത് കണ്ടിട്ടും കണ്ടില്ല എന്ന് പറയുകയും അവർ വായിച്ചിട്ടും വായിച്ചിട്ടില്ല എന്ന് നുണ പറയുകയും ചെയ്തത് എന്തിൻ്റെ പേരില്ല? ഇതിൽ പാരഗ്രാഫുകൾ വിട്ടുപോയതിനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ പുറത്തു വിടാത്തതിനെ കുറിച്ച് മാത്രമാണ് ഡിബേറ്റ് എങ്കിൽ ഇവർ പറയുന്നത് ന്യായം നമുക്ക് വാദത്തിന് വേണ്ടിയെങ്കിലും സമ്മതിക്കാം. 4.5 വർഷക്കാലം ഇത് കണ്ടിട്ടും കാണാതെ പോയത് എങ്ങനെയാണ്? ഇത്രയും ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് മുമ്പിൽ വരുമ്പോൾ ഹേമ കമ്മിറ്റിക്ക് 1 കോടി രൂപയിലധികം രൂപ കൊടുത്തിട്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞത് 4.5 വർഷക്കാലം ഇവരുടെ തലയിണക്കടിയിൽ വെച്ച് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടല്ലോ. അങ്ങനെ ആയിരിക്കാൻ ഒരു സാധ്യതയില്ല. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളും അല്ലെങ്കിൽ സ്ത്രീകളോട് അടക്കമുള്ള ആളുകൾ അവർ വന്ന് ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ പരാതി പറഞ്ഞിട്ടും എന്ത് ഇവരുടെയൊക്കെ സംഘടനകളിൽ, ഇവരുടെ സിനിമാ സംഘടനകളിൽ പരാതി പറയാത്തത് എന്ന് സംഘടനയുടെ ഭാരവാഹികളൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം കേട്ടു. ഞാൻ ചോദിക്കുന്നത്, ഈ അലൻസിയർ ലോപ്പസ് അഭിനയിച്ച ഒരു സിനിമയുണ്ട്, അപ്പൻ എന്ന് പറഞ്ഞ സിനിമ. ആ അപ്പൻ്റെ സ്വഭാവമുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള ദുരനുഭവങ്ങൾ ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ പറയാൻ പറ്റിയിട്ടും എന്തേ തങ്ങളുടെ സംഘടനകളുടെ മുമ്പിൽ പറയാത്തത് എന്ന് ചോദിച്ചാൽ ഇത്തരം അമ്മമാർക്കൊക്കെ ചിറ്റമ്മ നയമാണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഗവൺമെന്റിന് മുമ്പിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടും പരാതി കിട്ടിയാൽ അന്വേഷിക്കാമെന്ന് ഗവൺമെന്റ് പറയുന്നത്. ഇവിടെ FIR ഇടാൻ പരാതി കിട്ടട്ടെ എന്ന് പറയുന്നത്. മിനിഞ്ഞാന്നാണ് വൈറ്റ് ലൈനിൽ ഒരു സ്ത്രീയെ ഒരു തമിഴ് യുവാവ് മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് സ്ത്രീക്ക് പരാതിയില്ല, മർദ്ദിച്ച ആൾക്കും പരാതിയില്ല. പക്ഷെ കേരള പോലീസ് കേസെടുത്തു. എന്തിന്റെ പേരിലാണെന്ന് അരുൺകുമാർ ഒന്ന് അന്വേഷിക്കണ്ടേ? ആ കേരള പോലീസ് അങ്ങനെ നടപടിയെടുക്കാമോ? നിങ്ങൾ പറഞ്ഞ ന്യായം അനുസരിച്ചാണെങ്കിൽ തല്ലു കൊടുത്ത ആൾക്കും തല്ലു വാങ്ങിയ ആൾക്കും പരാതി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ കേരള പോലീസ് ഇടപെടുന്നത്? ഈ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ എടുക്കുന്ന റിപ്പോർട്ടാണ് അല്ലേ, അല്ലാണ്ട് ഒരു പരാതി കിട്ടിയിട്ടല്ല. ആര് ഒരു ഇൻഫർമേഷൻ കൊടുത്താലും ആ ഇൻഫർമേഷന്റെ പുറത്ത് നടപടി സ്വീകരിക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലാത്ത നേതൃത്വമാണ് കേരളം ഭരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. വനിതാ മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് ചെലവഴിച്ചതിൻ്റെയും അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചതിൻ്റെയും 4-1 ആവേശം വേണ്ടല്ലോ ഇതൊക്കെ നടപ്പാക്കാൻ. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഗവൺമെന്റിന് മുമ്പിൽ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് കോടതിയുടെ ഉത്തരവ് വരട്ടെ എന്ന് പറയുന്നു. ക്ലാരിറ്റി ഇല്ലാത്തതിന്റെ പേരിൽ ക്ലാരിറ്റി നടപ്പാക്കി തരണമെന്ന് ഗവൺമെന്റ് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയുടെ മുമ്പിൽ പോയതല്ല. ഇതിൽ മറ്റ് ചില കക്ഷികൾ, തൽപര കക്ഷികളായിട്ടുള്ള ആളുകൾ ഈ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് പറഞ്ഞ് കോടതിയുടെ മുമ്പിൽ പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് അല്ലേ? നമ്മുടെ കാഫിർ സ്ക്രീൻഷോട്ട് പോലെ തന്നെ ആരോപണത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ, ആരോപണം ഉന്നയിച്ച ആളുകൾ ഇതൊന്ന് പുറത്തു വരണം, ഇതിൽ എന്താണ് എഴുതി വെച്ചിട്ടുള്ളതെന്ന് ഞങ്ങൾക്ക് അറിയണമെന്ന് പറയുമ്പോൾ ഗവൺമെന്റ് പറയാം ഞങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്ത കാരണം കോടതി പോയതാണ്. ഗവൺമെന്റ് അല്ല പോയത് വേറെ ആളുകളാണ്. ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഇവരങ്ങ് ഏറ്റെടുക്കുക. ഇനി ഈ ചർച്ചയിൽ നമ്മളോട് പങ്കെടുക്കുന്ന സജി നന്ദിയാട്ടിനോട് ഒരു ചോദ്യം ചോദിക്കുക. ഇന്നലെ ഞാൻ താങ്കളുടെ കുറച്ച് ബൈറ്റൊക്കെ കണ്ടതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ദുരൂഹം, മൊഴി പറഞ്ഞവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടണം, തറവാടികളായിട്ടുള്ള ആളുകൾ ഞങ്ങളോടുണ്ട്, മറ്റേ ആളുകളാണ് പരാതി കൊടുത്ത് ആരൊക്കെയാണെന്ന് ഞങ്ങൾക്ക് അറിയണം എന്ന് പറയുന്നു. അതേ വാദത്തിൽ താങ്കൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇതൊരു പരിഷ്കൃത സമൂഹമാണെന്നുള്ള സാമാന്യ ബോധമില്ലാതെയാണ് സംഘടനയുടെ പല ഭാരവാഹികളും സംസാരിക്കുന്നത്. നമ്മളെല്ലാവരും ഇടപെടുന്ന മേഖലയിൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള കാര്യങ്ങൾ ഹിയർസേ എന്നുള്ളതിൽ നിന്ന് ഇന്നൊരു എവിഡന്റ് ആയിട്ട് ഒരു റിപ്പോർട്ടായിട്ട് സർക്കാരിന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ടിട്ട് 4 വർഷക്കാലം അതിന്മേൽ ഒരു നടപടിയും എടുക്കാതെ അതിന്റെ റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് തീരുമാനിക്കുമ്പോൾ പോലും 5 പേജുകൾ 11 പാരഗ്രാഫുകൾ ആർക്ക് വേണ്ടിയിട്ട് വെട്ടിമാറ്റി എന്ന് പറയണ്ടേ? ആർക്ക് വേണ്ടിയിട്ട് അത് വെട്ടിമാറ്റപ്പെടുന്നത്? അപ്പോൾ മന്ത്രിമാർ പറയുന്നു ഞങ്ങൾക്കറിയില്ല, അത് പരിശോധിക്കാമെന്ന്. ഇത്രയൊക്കെ കോലാഹലങ്ങൾ നടന്നിട്ട്, ഇത്രയൊക്കെ ചർച്ചകൾ അനുദിനം അരങ്ങേറിയിട്ടും അങ്ങനെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ സ്വന്തം ഇഷ്ടപ്രകാരം വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ റിപ്പോർട്ട് വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവിനെ പോലും അതിലംഘിച്ചുകൊണ്ട് ആ പാരഗ്രാഫുകൾ വെട്ടിമാറ്റി പൊതുസമൂഹത്തിന് മുമ്പിൽ ഡോക്ടർ ജിൻഡോ, അടുത്ത കെ എസ് അരുൺകുമാർ ചോദ്യം